അസ്സലാമു അലൈക്കും ഗൈസ്. ഞാൻ ഇന്ന് കസ്റ്റർഡ് ബ്രെഡ് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പീസസ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കണത്. പിന്നെ ഒരു 5-6 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റർഡ് പൗഡർ ഞാൻ ഈ ഇത്തിരി പാലിൽ, വെറും പച്ചപ്പാലിൽ കലക്കി നമ്മളിങ്ങനെ കട്ട കെട്ടാതെ ഇങ്ങനെ കലക്കി ആദ്യം വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ അത് കട്ട പിടിക്കുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ കസ്റ്റർഡിൻ്റെ ഇത്. അപ്പോൾ ഇത് ഈ ടീസ്പൂൺ വെച്ച് ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഒരാൾക്കും 2 പേർക്ക് ചെയ്യാനുള്ളൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതൊരു 1 കപ്പ് മിൽക്ക് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. നമുക്ക് മെയിനായിട്ട് ഷുഗറാണ്. നമുക്ക് സ്വീറ്റാണല്ലോ ഇത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കസ്റ്റർഡ് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം പാലൊഴിച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കിയിട്ട്, ഞാനിത് ചൂടാക്കി തണുപ്പിച്ച് വെച്ചേക്കണ പാലാണ്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന ഇതും കൂടി നമുക്ക് ഒന്നും കൂടി ഇളക്കി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ നമ്മുടെ ഇഷ്ടമുള്ള അതനുസരിച്ച്, നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ഷുഗർ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതാക്കി എടുക്കണം. ജസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഭയങ്കര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതായിപ്പോവും, പുഡിങ് പോലെ ആയിപ്പോവും. അത് പാടില്ല. നമുക്കിത് തിളപ്പിച്ച് നമുക്കത് ഒഴിച്ചൊരു ജസ്റ്റ് ഒരു കട്ടി ചെറുതായിട്ട് അതിന് മേളിലൊരു മറ്റേ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കട്ടിയും വേണം, എന്നായിട്ട് ഒരുപാട് കട്ടിയാകരുത്. അങ്ങനത്തെ പാകത്തിനാക്കി നമ്മളിത് എടുക്കണം. ഇളക്കി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിലൊരു കട്ട പിടിക്കും. അതാണ് കസ്റ്റർഡ് പൗഡർ. അറിയാമല്ലോ നിങ്ങൾക്ക്, എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇളക്കി ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കസ്റ്റർഡ് പൗഡർ നമ്മൾ ആദ്യം വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ കലക്കി, തണുത്ത പാലിൽ കലക്കി ഒഴിച്ചിട്ട് വേണം നമ്മൾ അടുപ്പ് കത്തിക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഇത് ഇളക്കി അതിൻ്റെ ആ ഒരു പാകമാകുമ്പോഴത്തേക്കും നിർത്തുക. പിന്നെ ഞാൻ ബ്രെഡ് പീസസ് ഇങ്ങനെ ഞാനൊരു സെറ്റ് ചെയ്യാൻ ട്രേയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എടുത്തത് ഇതിൻ്റെ മേളിൽ ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബദാം എടുത്തത്. ഇത് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറിൽ വെച്ചിട്ട് നമുക്കിത് ബ്രെഡ് ഒഴിച്ച് കസ്റ്റർഡ് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലെയറായിട്ട് എടുക്കാം, ഡബിൾ ലെയറായിട്ട് എടുക്കാം. ഞാൻ ഇത് നോക്കാം. അതിന് ശേഷം ഞാൻ ഡബിൾ ലെയർ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കും, അല്ലെങ്കിൽ ഒറ്റ ലെയർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. ഇപ്പോൾ ഇതൊക്കെ കൊമളകൾ പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഉള്ള പാകത്തിനാക്കിയിട്ട് നമുക്കിത് പൂട്ടാം. അതേപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ കട്ടിക്ക് ഇതുപോലെ ഇങ്ങനെ വീഴുകയും ചെയ്യണം. എന്നാൽ ഒരുപാട് കട്ടിയും ആവില്ല. എന്നാലും അവിടെ നിന്ന് നമുക്ക് അത് സെറ്റാക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ആ ബ്രെഡിൽ നിന്ന് സെറ്റ് ആവുള്ളൂ, പുഡിങ് ആവുള്ളൂ. പിന്നെ ഈ ബ്രെഡ് സ്ലൈസസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ഇത്തിരി കുറക്കണതായിരിക്കും നല്ലത്. ആ എണ്ണമയമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സാധാരണ ബ്രെഡിൽ ഒന്ന് പീസസ് ആക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. ചിലവർ ഫ്രൈ ചെയ്ത് അതുപോലെ ഇതുപോലെ കസ്റ്റർഡ് പൗഡർ ഒഴിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ പുഡിങ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ സെറ്റാക്കിയാണ് കേട്ടോ. എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്ത് നമുക്ക് കൊടുക്കണം. ഇതേപോലെ സെറ്റാക്കി നമ്മൾ ബ്രെഡാണെന്ന് അറിയരുത്. അപ്പോൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി ബദാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. 2-3 ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജസ്റ്റായിട്ട് നമുക്കൊരു ചെറിയൊരു ബൈറ്റും കിട്ടും. പിന്നെ നമുക്ക് പിന്നെയും വേണമെങ്കിൽ ബ്രെഡ് അതിനകത്ത് വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ലെയറാക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറാകും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇതും കൂടി ബാക്കി വന്നതാണ്. ഞാൻ 2 ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത 3 ബ്രെഡിൽ നിന്ന് ഒരു പകുതി പീസ്
ഇത്രയും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്രെഡ് 2 കൂടി എടുത്തത് ഗ്യാപ്പൊക്കെ ഞാൻ ഫില്ലാക്കി. ഇനി ഒന്നും കൂടി ഇപ്പോൾ സെക്കൻഡ് ലെയർ ആകും. അങ്ങനെ ഞാനിത് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ബാക്കി വരികയാണെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കുക. ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാനിത് മേളിൽ ഇത് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ സെറ്റാക്കി ഒഴിച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കിയേക്കണത്. പിന്നെ ഞാൻ ബ്രെഡിൻ്റെ അരികൊന്നും ഞാൻ കളയാൻ നിന്നൊന്നുമില്ല. അതൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒന്നും കളഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അരിക്കൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ബാക്കിയുള്ള ബദാം കൂടി ഇട്ട് പീസാക്കിയ ബദാം കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചോക്ലേറ്റ് സിറപ്പും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെക്കുക. തണുപ്പിച്ച് നമുക്ക് 1/2 മണിക്കൂറായിട്ട് നമുക്ക് എടുത്ത് നോക്കാം, സെറ്റാവും. അപ്പോഴത്തേക്കും എടുക്കാം. അപ്പോൾ നമ്മൾ ബദാം നട്ട്സിട്ട് പിന്നെ ഞാൻ ഒരു സംഗതി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുങ്കുമപ്പൂ. ഇതൊന്ന് 2-3 ലെയർ എൻ്റെ മേലെ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളവരിട്ടാൽ മതി. അപ്പം ഞാനതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെനിക്ക് ഞാനിത് കാശ്മീർ പോയപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഫ്രോണും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലിട്ടിട്ടുണ്ട്. അവിടെ അതങ്ങനെ ഒന്ന് നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നതാണ് അവർ. നല്ല ആളുകളാണ് കാശ്മീരുള്ളത്. തന്നതുകൊണ്ട് പറയണതല്ല, അവിടെ അങ്ങനെയാണ്, നല്ലൊരു ഡീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സംഭവത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും വന്ന കാരണം കൊണ്ടായിരിക്കാം അത് തന്നത്, അത്രയും ഒരിതിൽ തന്നത്. അങ്ങനെ ഒരു ആ ഒരു ആളെ കണ്ടുമുട്ടിയിട്ടും ഇത് തന്നത് എല്ലാവർക്കും 1-2 പേർക്ക് കിട്ടി. അപ്പോൾ ഞാനിത് നിധി പോലെ സൂക്ഷിച്ച് വെച്ചേക്കണം. 1-2 വല്ലപ്പോഴൊക്കെ ഇട്ടിട്ട്. ഇവിടെയൊക്കെ നല്ല റേറ്റാണ്. മിക്ക സ്ഥലത്തും ഇതൊക്കെ നല്ല റേറ്റ് തന്നെയാണ്. ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇത് സ്വർണ്ണം കൊണ്ടുവരുന്ന മാതിരിയാണ് ഇതൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുള്ളത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാഫ്രോൺ കഴിച്ചിട്ടുണ്ട്. പാലിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇനി ഞാൻ സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോണെയാണ്. അതിനുശേഷം നമുക്ക് തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. കണ്ടോ? അപ്പോൾ ഞങ്ങളുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക 1-1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ജോലിയുള്ള കാരണം കൊണ്ട് ഇത്തിരി ലേറ്റായിപ്പോയി. 1/2 മണിക്കൂർ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തണുപ്പിച്ചെടുത്തേക്കാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ സെറ്റാക്കി ഇതേ പീസായിട്ട് ഞാനെടുത്ത് കട്ട് ചെയ്ത് ഇതേ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ആയില്ലെന്ന് നോക്കി. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആക്കി നമുക്ക് എടുക്കാൻ പറ്റണം. കുറച്ചധികം നേരം വെച്ചാൽ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ തന്നെ സെറ്റാകും നല്ലപോലെ. ഞങ്ങൾ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. ഞാൻ കഴിച്ചോളട്ടെ കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കഴിക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പും മധുരവും ആ ബ്രെഡ് പീസസിൻ്റെ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ കസ്റ്റർഡിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എനിക്ക് പീസസ് ആക്കി വെക്കാം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അവനിതൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ടൊരു ബ്രെഡ് പീസസ് ആക്കി വെച്ചിട്ട് ഇത് വെച്ച് ഇതിൻ്റെ മേളിൽ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെയറിൽ കുറച്ചും കൂടി മധുരമാക്കും.
ഇത് തന്നെ സൂപ്പറായിട്ടുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ബ്രെഡ് പുഡിങ് കഴിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഉണ്ടോ? നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോക്ലേറ്റ് സിറപ്പിൻ്റെ ആ ഒരു നല്ല നല്ല ടേസ്റ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കാം. ഇതിപ്പോൾ എനിക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ ടീസ്പൂൺ എടുത്ത് വെച്ചത്. സ്വീറ്റ്സൊക്കെ എനിക്കുള്ളതാണ്. സ്വീറ്റ്സൊക്കെ ഞാൻ വേറെ ആർക്കും കൊടുക്കാറില്ല. വേറെ ആരും കഴിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് ഇത് കഴിച്ച് ഞാൻ തന്നെ സ്വയം പറയണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയും. ഓക്കേ, ബൈ.